ഇതാണ് ഏറെ പ്രത്യേകതകളുള്ള പൂവള്ളി വനം. വ്യത്യസ്തമായ പക്ഷി മൃഗാദികൾ വസിക്കുന്ന ഈ വനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു വനങ്ങളിലെ ജീവികൾക്ക് ഇവിടെ പ്രവേശനമില്ല എന്നതാണ്. ഈ ഇരിക്കുന്ന ചുടായിപ്പൻ കുറുക്കനാണ് ഈ കഥയിലെ നായകൻ, അല്ല വില്ലൻ. കൂടെയുള്ളത് തന്റെ ഒരേ ഒരു ശിഷ്യൻ ചിമ്പൻ പൂച്ച. ആ പുള്ളിപ്പുലിയും വമ്പൻ സിംഹവും വലിയ ചങ്ങാത്തത്തിലാണിപ്പോൾ. അതെ ആശാനെ, അവരീ കാട്ടിലെ ചങ്കുകളാണ്. എനിക്കതത്ര പിടിക്കുന്നില്ല. വല്ല കുരുട്ടു സൂത്രവും പ്രയോഗിച്ച് അവന്മാരെ തെറ്റിക്കണം. ഓഹോ, ഇവൻ ഒരു മാറ്റവുമില്ലല്ലോ. ഇതിവന്റെ അവസാനത്തെ ഉടായിപ്പൻ സൂത്രമായിരിക്കും. അടിച്ചവന്റെ കൊന്ത്രമ്പല്ല് തായിട്ട് കളയണം. എന്തായാലും നമുക്കൊന്നും അറിയാത്തതുപോലെ ഭാവിക്കാം. എന്താ ചെയ്യാം? ഇത്തിരി സൗന്ദര്യം കൂടിപ്പോയത് എന്റെ കുറ്റമാണോ? പൂവള്ളിക്കാട്ടിലെ ഏറ്റവും മുഞ്ചുള്ളോനായി പോയതൻ കുറ്റമാണോ? നോ നോ. എന്തോന്നാടേ കഴുതരാഗൻ ലൈവായിട്ട് കേൾപ്പിക്കല്ലേ? ഓ, പോങ്ങൻ ജിമ്മുമായിരുന്നോ? പോങ്ങനോ? ആരാടാ പോങ്ങൻ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ ഈ അണ്ണാൻ ചപ്പിയ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റിക്കളയും. എന്താ? ഈ കാട്ടിലെ ജൂനിയർ മമ്മൂട്ടിയോടാണ് താൻ സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. നീയാണോ മമ്മൂട്ടി? കണ്ടേച്ചാലും മതി, അത് നീ മാത്രം പറഞ്ഞാ മതിയോ? അസൂയക്കും കുശുമ്പിനും മരുന്നില്ലടേ. ജീവനെ കുതിരവട്ടത്തേക്ക് കൊണ്ടുപോകേണ്ട സമയമായി. ആ, അതൊക്കെ ഇരിക്കട്ടെ. നീ എവിടേക്കാ? ഇവന്റെ ഈ പൊങ്കച്ചും കൂടിക്കൂടി വരികയാണല്ലോ. ഒരു ചെറിയ പണി കൊടുക്കാം. ഡേയ്, നിന്നോടാ ചോദിച്ചേ. ഞാൻ ചെന്തോളനി അരുവിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഒന്ന് ചൂണ്ടയിടണം. ഓഹോ, എങ്കിൽ ഞാനും വരാം. അല്ല, നീ കണ്ണാടിയിൽ നോക്കാറുണ്ടോ? കണ്ണാടിയിൽ നോക്കിയാൽ ഞാൻ ഒരു അഹങ്കാരിയാവാൻ സാധ്യതയുണ്ട്. സോ ആ ശീലം എനിക്കില്ല. ഓഹോ, അപ്പോ എന്റെ ഊഹം ശരിയാണ്. ഇവന്റെ ഓഞ്ഞ മോന്ത ഇവൻ ഇതുവരെ കണ്ടിട്ടില്ല. ബൈ ദ ബൈ, നീ കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതായിരിക്കും. എന്തേ? നിനക്ക് നിന്നോട് തന്നെ ഒരു സഹതാപം തോന്നും. ആഹാ, അപ്പോ ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ അഹങ്കാരം അപകടമാണ്.